അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 67/2018 കേരള PSC ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിൽ നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ ഫൈനൽ ആൻസർ കീയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ജനറൽ PSC ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഇൻ റെഫ്രിജറേഷൻ സൈക്കിൾ പ്രഷർ ഈസ് മാക്സിമം. നമ്മുടെ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ ആ സൈക്കിളിൽ ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാവുക എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആഫ്റ്റർ എക്സ്പാൻഷൻ വാൽവിന്റെ ശേഷമാണോ, അതോ ഇവാപ്പറേറ്ററിന്റെ ശേഷമാണോ, അതോ കണ്ടൻസറിന്റെ ശേഷമാണോ, ആഫ്റ്റർ കംപ്രസറിന്റെ ശേഷമാണോ? സിമ്പിൾ ചോദ്യമല്ലേ. എന്തായിരിക്കും ആൻസർ? നമ്മുടെ കംപ്രസറിന് ശേഷമായിരിക്കും നല്ലോണം പ്രഷർ ഉണ്ടാവുക, മാക്സിമം പ്രഷർ ഉണ്ടാവുക കേട്ടോ. പ്രഷർ ഇസ് മാക്സിമം, ഇതാണ് കീവേഡ്. ആഫ്റ്റർ കംപ്രസർ. ഓക്കെ എന്ന് വിചാരിക്കുന്നു. 22ാമത്തെ ചോദ്യം, ദി ഡാൾട്ടൺസ് ലോ ഡീൽസ് വിത്ത്. നമ്മുടെ ഡാൾട്ടൺ ലോ ഡീൽ ചെയ്യുന്നത് എന്തിനോടാണെന്ന നമുക്കറിയാം. പാർഷ്യൽ പ്രഷറിന്റെ സം കൊണ്ടാണെന്ന് അറിയാം അല്ലെ. ഇനി പാർഷ്യൽ പ്രഷറിന്റെ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഓപ്ഷൻ സി നോക്കുക, സം പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസസ്, സം ഓഫ് പാർഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ഗ്യാസസ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ഉത്തരം? സി ആയിരിക്കും. സം ഓഫ് എന്നുണ്ട് കേട്ടോ. സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ഗ്യാസസ് ആണ് ഡാൾട്ടൺസ് ലോ ഡീൽ ചെയ്യുന്നത്. 23ാമത്തെ ചോദ്യം, an automatic expansion valve is based on the principle. Automatic expansion valve എന്തിന്റെ പ്രിൻസിപ്പിളിൽ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്? ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ആണ്. ഓപ്ഷൻ മെയിൻറ്റൈനിങ് എ കോൺസ്റ്റന്റ് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് ആണോ, അതോ കോൺസ്റ്റന്റ് പ്രഷർ ഇവാപ്പറേറ്ററിൽ കോൺസ്റ്റന്റ് പ്രഷറിനെ ആസ്പദമാക്കിയിട്ടാണോ, അതോ മെയിൻറ്റൈനിങ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇൻ ദി ഇവാപ്പറേറ്റർ ആണോ? ഏതാണ്? ഓപ്ഷൻ ഡി നോക്കി നോക്കൂ. ഓപ്ഷൻ എയും ഉണ്ട് ബിയും ഉണ്ട്. ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് വർക്ക്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ, നമുക്കറിയാം അല്ലെ, മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് പ്രഷർ ഇൻ ദി ഇവാപ്പറേറ്റർ ആണ്. നമ്മുടെ ഇവാപ്പറേറ്ററിലെ കോൺസ്റ്റന്റ് പ്രഷർ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. 23ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 24ാമത്തെ ചോദ്യം, ഇൻ വിൻഡോ AC ഫോർ കൂളിംഗ് മോഡ്, ഇൻ വിൻഡോ AC കൂളിംഗ് മോഡ് can be easily converted to heating mode by installing. നമ്മുടെ വിൻഡോ ACയിലെ കൂളിംഗ് മോഡിനെ നമുക്ക് വിന്റർ കണ്ടീഷനിൽ ഹീറ്റിംഗ് മോഡാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ആൾറെഡി ഉള്ള സിസ്റ്റത്തിൽ എന്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതി? തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ആണോ, ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ആണോ, അതോ RCV ആണോ, അതോ സോളിനോയിഡ് വാൽവ് ആണോ? RCV എന്ന് പറയുന്ന വാൽവ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വിൻഡോ AC വിന്റർ കണ്ടീഷനിൽ പെട്ടെന്ന് കൂളിംഗ് മോഡിലേക്കും കൂടി നമുക്ക് മാറ്റാം. RCV എന്നാണ് ആ കമ്പോണന്റിന്റെ ആൻസർ കേട്ടോ. ഇനി 25ാമത്തെ ചോദ്യം, അപ്രോച്ച് ഓഫ് എ കൂളിംഗ് ടവർ ഈസ് ഡിഫൈൻഡ് ആസ് ദി. കൂളിംഗ് ടവറിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അപ്രോച്ച് കൂളിംഗ് ടവറിന്റെ അപ്രോച്ച് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് ചോദിക്കുന്നത്. ഡിഫറൻസ് ഓഫ് ഡ്രൈ ബൾബ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ് എയർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ലീവിംഗ് ദി കൂളിംഗ് ടവർ ആണോ, അതോ ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ വാട്ടർ ലീവിംഗ് ദി കൂളിംഗ് ടവർ ആൻഡ് ടെമ്പറേച്ചർ എൻ്ററിംഗ് ദി വാട്ടർ ആണോ, അതോ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ ലീവിംഗ് കൂളിംഗ് ടവർ ആൻഡ് WBT ഓഫ് സറൗണ്ടിങ് എയർ ആണോ? നമുക്കറിയാലേ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താ? അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ലീവിംഗ് ദി കൂളിംഗ് ടവർ ആൻഡ് WBT ഓഫ് സറൗണ്ടിങ് എയർ ആണ് കേട്ടോ. സറൗണ്ടിങ് എയറിലുള്ള WBT അതായത് വെറ്റ് ബൾബ് ടെമ്പറേച്ചറും നമ്മുടെ കൂളിംഗ് ടവറിലെ വാട്ടർ പുറത്തു പോകില്ലേ, ആ തണുത്ത് പുറത്തു പോകില്ലേ, ആ വാട്ടറിന്റെ ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എന്ത് വിളിക്കും? അപ്രോച്ച് എന്ന് വിളിക്കും. 26ാമത്തെ ചോദ്യം. അപ്പൊ 25ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 26ാമത്തെ ചോദ്യം, ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ കാൻ ബി റിമൂവ്ഡ് ബൈ. നമുക്കറിയാം ടെമ്പററി ഹാർഡ്നെസ്സും ഉണ്ട് പെർമനന്റ് ഹാർഡ്നെസ്സും ഉണ്ട് അല്ലേ. കാർബണേറ്റ് ആൻഡ് ബൈകാർബണേറ്റ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം ഒക്കെ കോസ് ചെയ്യുന്ന ആ ഹാർഡ്നെസ് അത് എങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുക? ഫിൽറ്ററിങ്ങിലൂടെയാണോ, ബോയിലിങ്ങിലൂടെയാണോ, കൂളിങ്ങിലൂടെയാണോ, കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെയാണോ? എങ്ങനെയാണ്? ടെമ്പററി ഹാർഡ്നെസ് ആട്ടോ. ആ കീവേഡ് ഇവിടെ മാറിപ്പോകരുത്. ടെമ്പററി ഹാർഡ്നെസ് എങ്ങനെയാണ് നമ്മൾ വെള്ളത്തിന്റെ റിമൂവ് ചെയ്യാന്ന് ചോദിക്കുന്നത്. നമുക്കറിയാലോ, ജസ്റ്റ് ബോയിൽ ചെയ്താൽ മതി. ബോയിൽ ചെയ്താൽ തന്നെ എന്ത് ചെയ്യും? ടെമ്പററി ഹാർഡ്നെസ് ഇല്ലാതായി പോകും. ഇനി 27ാമത്തെ ചോദ്യം, ദി ക്ലീനിങ് എഫിഷ്യൻസി ഓഫ് എ ഫൈൻ ഫിൽറ്റർ. ഫൈൻ ഫിൽറ്ററിന്റെ എഫിഷ്യൻസി, ക്ലീനിങ് എഫിഷ്യൻസി എത്രയാണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം 99.9% നമ്മുടെ ഫൈൻ ഫിൽറ്ററിന്റെ ക്ലീനിങ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 99.9% ആണ്. 100% അല്ല. ബാക്കി നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ഈ രണ്ട് ഓപ്ഷനും കൺഫ്യൂഷൻ ആവുന്ന തരത്തിൽ അവർ തന്നിട്ടുമില്ല. അപ്പൊ സിമ്പിൾ ചോദ്യം എന്തായിട്ട് നമുക്ക് പരിഗണിക്കാം.
28ാമത്തെ ചോദ്യം വിച്ച് ടൈപ്പ് ഓഫ് ഫാൻ ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ മോട്ടോർ ഫോർ ഇന്റേണൽ കൂളിംഗ്. ഇന്റേണൽ കൂളിംഗിന് വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ മോട്ടോഴ്സിൽ ഉപയോഗിക്കുന്ന ഫാൻ ഏതാണ്? അതായത് ഒരു ഫാന് തന്നെ ആ മോട്ടറിനെ കൂൾ ചെയ്യുക. ആ മോട്ടറിന്റെ പിൻഭാഗത്ത് നമ്മളൊരു ഫാൻ ഉണ്ടാവുമല്ലോ, ആ ഫാന് ഇതിൽ ഏത് ടൈപ്പ് ആണ് എന്നാണ് ചോദിക്കുന്നത്. ബാക്ക്വേർഡ് ഇൻക്ലൈൻഡ് ഫാൻ ആണോ, ഫോർവേഡ് കർവ്ഡ് ആണോ, ബാക്ക്വേർഡ് കർവ്ഡ് ആണോ, റേഡിയൽ ബ്ലേഡ് ഫാൻ ആണോ? നമുക്കറിയാലേ ആ ഷാഫ്റ്റുമ്മ തന്നെ ഉണ്ടാവുക, അത് റേഡിയൽ ബ്ലേഡ് ഫാൻ ഉണ്ടാവുക. ഇതിപ്പോ മോട്ടർ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എന്തുണ്ടാവും, ഇങ്ങനെ 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 ഉണ്ടാവും അല്ലെ, അതാണ് റേഡിയൽ ബ്ലേഡ് ഫാൻ. 29ാമത്തെ ചോദ്യം വിച്ച് സെൻസസ് ദി സക്ഷൻ ടെമ്പറേച്ചർ ഇൻ തെർമൽ ഇലക്ട്രിക് എക്സ്പാൻഷൻ വാൽവ്. തെർമൽ ഇലക്ട്രിക് എക്സ്പാൻഷൻ വാൽവില് സക്ഷൻ ടെമ്പറേച്ചർ ആരാണ് സെൻസ് ചെയ്യാന്ന്? ട്രാൻസ്ഫോമർ ആണോ, തെർമൽ ബൾബ് ആണോ, തെർമോസ്റ്റാറ്റ് ആണോ, തെർമിസ്റ്റർ ആണോ? നമുക്കറിയാലേ തെർമൽ ബൾബ് എന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ പോകും. തെർമൽ ബൾബ് അതാണോ ഓപ്ഷൻ നമ്മളിങ്ങനെ കരുതും. പക്ഷെ നമുക്കറിയാം തെർമൽ ഇലക്ട്രിക് എക്സ്പാൻഷൻ വാൽവ് ആണ്. എന്താണ് തെർമൽ ഇലക്ട്രിക് എക്സ്പാൻഷൻ വാൽവ് ആണ്. ഈ ഇലക്ട്രിക് എന്നുള്ള ഒരു വാക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ തെർമിസ്റ്റർ ആണ് അല്ലെ. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്ന തെർമിസ്റ്റർ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുക. 30ാമത്തെ ചോദ്യം വിച്ച് റൺ കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ഇൻ 1.5 ടൺ AC. 1.5 ടൺ AC നമ്മൾ ഉപയോഗിക്കുന്ന റണ്ണിങ് കപ്പാസിറ്റർ ഏതാണ് റേഞ്ച് ചെയ്താ ചോദിക്കുന്നത്. അതിൽ വോൾട്ടേജ് കൂടി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2-3 ഓപ്ഷൻ ഒക്കെ എന്ത് ചെയ്യാം, അതിൽ നിന്ന് റിമൂവ് ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്നത് 1.5 ടണ്ണ് AC ആയത് ആണെങ്കിൽ 36 മൈക്രോ ഫാരഡിന്റെ കപ്പാസിറ്റർ നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ കൊടുക്കുന്ന ഓപ്ഷൻ C ആണ്. അത് 36 മൈക്രോ ഫാരഡ്, അത് 440 അല്ലെങ്കിൽ 320 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. 31ാമത്തെ ചോദ്യം ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി സിംഗിളർ സ്പീഡ് ആൻഡ് ആക്ച്വൽ റോട്ടർ സ്പീഡ്. സിമ്പിൾ ചോദ്യം അല്ലേ. എന്താ, നമുക്ക് സ്ലിപ്പ് എന്ന് വിളിക്കാം, സ്ലിപ്പ് സ്പീഡ് എന്ന് വിളിക്കാം. 32ാമത്തെ ചോദ്യം ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഒരു ഡിപ്രഷൻ ആണല്ലേ. അതിൽ ഏതാണ്, ഡ്യൂ പോയിന്റ് ഡിപ്രഷൻ ആണോ, ഡ്രൈ ബൾബ് ഡിപ്രഷൻ ആണോ, വെറ്റ് ബൾബ് ഡിപ്രഷൻ ആണോ? ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന്റെയും വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെയും വാല്യൂസ് തമ്മിലുള്ള വ്യത്യാസത്തിനെ നമ്മൾ എന്ത് വിളിക്കും, വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് വിളിക്കും. 33ാമത്തെ ചോദ്യം എ ലോ സൈഡ് ഫ്ലോട്ട് വാൽവ് മെയിൻറ്റെയിൻസ് ദി ലെവൽ ലോ സൈഡ് ഫ്ലോട്ട് വാൽവ് മെയിൻറ്റെയിൻസ് ദി ലെവൽ ഓഫ് റെഫ്രിജറന്റ് ഇൻ. നമ്മുടെ ലോ സൈഡ് ഫ്ലോട്ട് വാൽവ് ഉപയോഗിച്ചിട്ട് റെഫ്രിജറന്റിന്റെ ലെവൽ എവിടെയാണ് അല്ലെങ്കിൽ ഏത് കമ്പൗണ്ടിലാണ് മെയിൻറ്റെയിൻ ചെയ്യുക? കണ്ടൻസറിലാണോ, ഇവാപ്പറേറ്ററിലാണോ, ഫ്ലഡഡ് ഇവാപ്പറേറ്ററിലാണോ, പിന്നെ കൂളറിലാണോ, ബോട്ടിലറ്റ് കൂളറിലാണോ? ഇത് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ, അതുകൊണ്ടാണ് വായിക്കാൻ ഒരു മടി. 33 ഇവാപ്പറേറ്ററോ ഫ്ലഡഡ് ഇവാപ്പറേറ്ററും, അതിൽ നമുക്ക് ഡൗട്ട് വരും. പക്ഷെ ഈ 2 ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. എന്താ, ഫ്ലഡഡ് ഇവാപ്പറേറ്ററിലാണ് നമ്മൾ ലോ സൈഡ് ഫ്ലോട്ട് വാൽവ് ഒരു റെഫ്രിജറന്റിന്റെ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ട് നമ്മൾ മാറ്റുന്നത്, ഫ്ലഡഡ് ഇവാപ്പറേറ്റർ. ഇനി 34ാമത്തെ ചോദ്യം ബോയിലിംഗ് പോയിന്റ് ഓഫ് 600A R600Aയുടെ ബോയിലിംഗ് ടെമ്പറേച്ചർ ഏതാണെന്ന് ചോദിക്കുന്നത്. ബോയിലിംഗ് ടെമ്പറേച്ചർ ഇമ്പോർട്ടന്റ് ആണ്. -33°C ആണോ, അതോ -12 ആണോ, അതോ -77°C ആണോ, അതോ -40°C ആണോ? R600Aയുടെ ബോയിലിംഗ് പോയിന്റ് ടെമ്പറേച്ചർ ചോദിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ -12°C ആണ്. -12°C എത്തുമ്പോഴേക്ക് ആള് തളർക്കും. ഇനി RF റിമോട്ട് കൺട്രോൾ വിത്ത് റേഞ്ച് ഓഫ് റഫ്ലി. നമ്മൾ ഉപയോഗിക്കുന്ന RF റിമോട്ട് കൺട്രോളിന് മാക്സിമം അല്ലെങ്കിൽ റഫ് ആയിട്ട് എത്ര റേഞ്ച് നമുക്ക് പറയാന്ന് ചോദിക്കുന്നത്. റേഞ്ച് ഏകദേശം 100 ഫീറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം കേട്ടോ. RF റിമോട്ട് കൺട്രോളിന് നമുക്ക് 100 ഫീറ്റ് വരെ, 100 അടി വരെ നമുക്ക് എന്ത് റേഞ്ച് പറയാം. 36ാമത്തെ ചോദ്യം ബുഷ് ബിയറിംഗ്സ് ആർ യൂഷ്വലി മെയ്ഡ് ഓഫ്. നമുക്കറിയാം പെട്ടെന്ന് തേഞ്ഞു പോകുന്ന കമ്പോണന്റ് അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടാണ് ബുഷ് ബിയറിംഗ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ സ്റ്റീല്, പ്ലാറ്റിനം അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം അല്ലെ. അതൊക്കെ ആപ്ഷൻസ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ബ്രോൺസ് ആണ് ഏറ്റവും പെട്ടെന്ന് തേഞ്ഞു പോകുന്ന കമ്പൗണ്ട് ആയിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പൊ ബ്രോൺസ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. 37 സെഡിമെന്റ് വിച്ച് ഫോം ആസ് എ കോട്ടിംഗ് ഓൺ കൂളിംഗ് കോയിൽ വിൽ റെഡ്യൂസ്. The sediment which form as a coating on cool coil will reduce. നമ്മൾ കൂളിംഗ് കോയിൽ ആയിട്ടുള്ള ഇവാപ്പറേറ്ററിന്റെ മുകളിൽ സെഡിമെന്റ്സ് ഒക്കെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് അതെന്താണ് ആ കോയിലിനെ റെഡ്യൂസ് ചെയ്യാം? ടെമ്പറേച്ചർ ആണോ കുറക്കുക, സക്ഷൻ പ്രഷർ ആണോ, അതോ ഹീറ്റ് ട്രാൻസ്ഫർ എഫിഷ്യൻസി ആണോ?
നമുക്കറിയാലേ അതിന്റെ ഹീറ്റ് ട്രാൻസ്ഫർ എഫിഷ്യൻസി ഒരു സെപ്പറേറ്റഡ് ലെയർ ആയിട്ട് ആക്ട് ചെയ്തിട്ട് അവിടെ ഇൻസുലേഷൻ പോലെ വർക്ക് ചെയ്യും. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ എഫിഷ്യൻസി ആണ് ഈ സെഡിമെന്റ്സ് കുറക്കുക. ഇനി 38ാമത്തെ ചോദ്യം, ദി എക്സ്റ്റിങ്ഷർ യൂസ്ഡ് ഫോർ ഇലക്ട്രിക് ഫയറിൽ ഉപയോഗിക്കുന്ന ഫയർ എക്സ്റ്റിങ്ഷർ ഏതാണെന്ന് ചോദിച്ചിരുന്നത്. എന്താ ചോദിച്ചിരുന്നത്? കാർബൺ ടെട്രാ ക്ലോറൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, സോഡ ഫോം, മീഥൈൽ ബ്രോമൈഡ്. നമുക്ക് ഇവിടെ CO2 ആയിട്ട് എടുക്കാം, അതുപോലെ തന്നെ കാർബൺ ടെട്രാ ക്ലോറൈഡും എടുക്കാം. അതുകൊണ്ട് തന്നെ PSC ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്, ക്യാൻസൽ. ഓക്കെ ആണോ? ഇനി 39ാമത്തെ ചോദ്യം, കട്ടിംഗ് ഓഫ് ഷീറ്റ് മെറ്റൽ ബൈ 2 പാരലൽ കട്ടിംഗ് എഡ്ജ് മൂവിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈസ് ടേംഡ് ആസ്. നമ്മൾ ഷീറ്റ് മെറ്റൽ കട്ട് ചെയ്യുന്ന ഓപ്പറേഷനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിക്കുന്നത്. ഡ്രോയിങ് ആണോ, സോയിജിങ് ആണോ, ഷിയറിംഗ് ആണോ, പിയേഴ്സിംഗ് ആണോ? 39 സിമ്പിൾ ചോദ്യം എന്താ? ഷിയറിംഗ് ആണ് വിളിക്കുക അല്ലെ. ആ ഷിയറിംഗ് എന്നുള്ളതിന്റെ ആ ഡെഫിനിഷൻ അവിടെ പറഞ്ഞത് അല്ലെ, ബൈ പാരലൽ കട്ടിംഗ് എഡ്ജ് മൂവിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് നമ്മൾ ഷിയേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ അങ്ങനെ കട്ട് ചെയ്യും. 40ാമത്തെ ചോദ്യം, വാട്ടർ ഈസ് യൂസ്ഡ് ആസ് എ റെഫ്രിജറന്റ് ഇൻ. വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിലാണോ, സ്റ്റീം ജെറ്റിലാണോ, വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിലാണോ, എയർ സൈക്കിളിലാണോ നമ്മൾ വാട്ടർ ഈസ് യൂസ്ഡ് ആസ് റെഫ്രിജറന്റ്? എയർ സൈക്കിളില്ല. ഓപ്ഷൻ ഡി എന്തായാലും അല്ല അല്ലെ, ഓപ്ഷൻ ഡി എന്തായാലും അല്ല. പിന്നെ വേപ്പർ അബ്സോർപ്ഷൻ, സ്റ്റീം ജെറ്റ്, കണ്ടോ ഇവിടെയും കൺഫ്യൂഷനിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലെ, ഈ രണ്ട് ഓപ്ഷൻ ഒക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ PSC ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി 41ാമത്തെ ചോദ്യം, ദി അപ്കമിങ് ആൾട്ടർനേറ്റീവ് refrigerant to be used in car AC system. നമുക്ക് പുതുതായി വരുന്ന വണ്ടിയിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അപ്കമിങ് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ തന്നെ റെഫ്രിജറന്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. 41ാമത്തെ ചോദ്യം, ഇതിന്റെ ഉത്തരം R1234YF ആട്ടോ. ഇമ്പോർട്ടന്റ് ആയി നോട്ട് ചെയ്ത് വെക്കുക. R1234YF. നമ്മൾ കറന്റ് ഉപയോഗിക്കുന്നത് R134A ആണ്. അതുകൊണ്ട് തന്നെ അപ്കമിങ് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതെന്നുള്ള ഡൗട്ട്, ഈ ഡൗട്ട് നമുക്ക് ഒഴിവാക്കാം. 42ാമത്തെ ചോദ്യം, ഇത് ക്യാൻസൽഡ് ആട്ടോ. കംഫർട്ട് കൂളിംഗ് ഡക്ട് ആർ കോമൺലി ഫാബ്രിക്കേറ്റഡ് ഔട്ട് ഓഫ്. നമുക്ക് GI അലുമിനിയം ഉണ്ടാവുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 42ാമത്തെ ക്യാൻസൽ ആണ്. 43ാമത്തെ ചോദ്യം, ഈ സാച്ചുറേറ്റഡ് ആയ, അതായത് സാച്ചുറേറ്റഡ് ആയ കണ്ടീഷനിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഈക്വൽ ടു വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആണോ, അതോ വെറ്റ് ബൾബ് ഈക്വൽ ടു ഡ്യൂ പോയിന്റ് ആണോ, അതോ ഡ്യൂ പോയിന്റ് ഈക്വൽ ടു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആണോ, അതോ ഓൾ ഓഫ് ദീസ് ആണോ? നമുക്കറിയാം അല്ലേ, ഓൾ ഓഫ് ദീസ് ആണ്. സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ എല്ലാ ടെമ്പറേച്ചറും സെയിം ആണ്. 44ാമത്തെ ചോദ്യം, VRF സ്റ്റാൻഡ്സ് ഫോർ. VRF എന്നുള്ളതിന്റെ ഫുൾ ഫോം അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടി നിലകൊള്ളുന്നു ചോദിക്കുന്നത്. നമുക്കറിയാം VRF എന്ന് പറഞ്ഞാൽ എന്താ, വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ. VRF എന്ന് പറഞ്ഞാൽ വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ. ഇവിടെ വേരിയബിൾ റെഫ്രിജറന്റ് ഫങ്ഷൻസ് എന്നാണ് കൊടുത്തിരുന്നത് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ. ഇനി 45ാമത്തെ ചോദ്യം, ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ദി ഫാൾ സീലിംഗ് ആൻഡ് ദി മെയിൻ സീലിംഗ് ഈസ് റെഫേർഡ് ആസ്. നമ്മുടെ ഡക്ട് സിസ്റ്റത്തിൽ ഫാൾ സീലിംഗിന്റെയും മെയിൻ സീലിംഗിന്റെയും ആ ഭാഗത്തിന്, ആ ഗ്യാപ്പിന് നമ്മൾ എന്ത് വിളിക്കുന്ന ചോദിക്കണേ. നമുക്കറിയാം പ്ലീനം എന്ന് പറഞ്ഞാൽ എന്താ, ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ഫാൾ സീലിംഗ് ആൻഡ് മെയിൻ സീലിംഗ് ഈസ് റെഫേർഡ് ആസ് പ്ലീനം. ഓക്കെ ആണോ? പ്ലീനം എന്ന് പറയുന്ന രണ്ട് ഗ്യാപ്പ് പറയുന്നത്. 46ാമത്തെ ചോദ്യം, ഡ്യൂറിംഗ് ഇൻസ്റ്റാളേഷൻ ഓഫ് സ്പ്ലിറ്റ് AC യൂണിറ്റ് വാട്ട് ഈസ് ദി മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ യൂണിറ്റ്സ്. നമ്മളെ സ്പ്ലിറ്റ് AC ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാക്സിമം ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്ര ആവും എന്നാണ് ചോദിക്കുന്നത്. നമ്മളൊരു സ്പ്ലിറ്റ് AC ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും തമ്മിലുള്ള മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരുന്നത് കേട്ടോ. മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്ര വരെ ആകാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 20 ഫീറ്റ് വരെ ആവാം. 47ാമത്തെ ചോദ്യം, വാട്ടർ പ്രഷർ കട്ടൗട്ട് സ്വിച്ച് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ. വാട്ടർ പ്രഷർ കട്ടൗട്ട് സ്വിച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എവിടെയാണ്? കൂളിംഗ് ടവറിലാണോ, ചിൽഡ് വാട്ടർ ലൈനിലാണോ, കണ്ടൻസർ വാട്ടർ ലൈനിലാണോ, അതോ ബോത്ത് B ആൻഡ് C ആണോ? ബോത്ത് B എന്ന് പറയുന്നത് കണ്ടൻസർ വാട്ടർ ലൈനുണ്ട്, ചില്ലുഡ് വാട്ടർ ലൈനുണ്ട്. എവിടെയാണ് നമ്മൾ വാട്ടർ പ്രഷർ ഒരുപാട് കൂടി കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് കട്ട് ഔട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചിരുന്നത്. അത് ചില്ലുഡ് വാട്ടർ ലൈനിലും അതുപോലെ തന്നെ കണ്ടൻസർ വാട്ടർ ലൈനിലും വാട്ടർ പ്രഷർ ഒരുപാട് ഭീകരമായി കഴിഞ്ഞാൽ നമ്മൾ ഈ കട്ട് ഔട്ട് സ്വിച്ച് ഉപയോഗിക്കും. 48, ഫോർ ലീക്ക് ടെസ്റ്റിംഗ് മാക്സിമം ടെസ്റ്റ് പ്രഷർ ഫോർ സ്പ്ലിറ്റ് AC. നമ്മൾ സ്പ്ലിറ്റ് ACയിൽ ലീക്ക് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ മാക്സിമം ടെസ്റ്റ് പ്രഷർ നമ്മൾ എത്ര വരെ കൊടുക്കാറുണ്ട് എന്ന് ചോദിക്കുന്നു. നമുക്കറിയാം 150 PSI വരെ നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് പ്രഷർ അടിച്ചു പോകും. 49, സിലിണ്ടറിക്കൽ ആൻഡ് നീഡിൽ റോളർ ബിയറിംഗ് ആർ കോമൺലി ഫൗണ്ട് ഇൻ.
സിലിണ്ട്രിക്കൽ റോളർ ബിയറിങ്ങും നീഡിൽ റോളർ ബിയറിങ്ങും എവിടെയാണ് കാണുക? ഫാനിലാണോ, റോളർ ബിയറിലാണോ, ഗിയർ ബോക്സിലാണോ, DC മെഷീൻസിലാണോ കാണുക? ഗിയർ ബോക്സ് ആണ് കേട്ടോ ആൻസർ ആയിട്ട് കൊടുക്കുന്നത്. കാരണം ഇത് രണ്ടും കോമൺ ആയിട്ട് കാണുന്നത് എവിടെയെന്ന് ചോദിച്ചത്. 50ാമത്തെ ചോദ്യം, ഫോളോയിങ് ആർ ദി മെത്തേഡ്സ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ. ഫുഡ് പ്രിസർവേഷനിലുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. ഡീഹൈഡ്രേഷൻ ആണോ, ഹൈഡ്രേഷൻ ആണോ, കാനിങ് ആണോ? കാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടച്ച് വെക്കുക എന്നാണ്. ബോത്ത് A and C. നമുക്കറിയാലേ വെള്ളം ഇന്നെടുത്ത് ഒഴിവാക്കണം. ഡീഹൈഡ്രേഷനും കാനിങ്ങും. അപ്പോൾ D ആണ് ആൻസർ. ബോത്ത് A and C. കാനിങ് മാത്രമല്ല, ഈ ഡീഹൈഡ്രേഷനും ആൻസർ തന്നെയാണ് കേട്ടോ. നമ്മൾ പഴങ്ങളൊക്കെ ഉണക്കി സൂക്ഷിക്കൂലേ, അതുപോലെ മീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഡ്രൈ ഫ്രൂട്ട്സ്, മീറ്റ് ഒക്കെ നമ്മൾ ഡ്രൈ ആക്കി വെക്കൂലേ, അതുപോലെ തന്നെ കാനിങ്, ഈ മെത്തേഡൊക്കെ ഫുഡ് പ്രിസർവേഷൻ മെത്തേഡാണ്. 51ാമത്തെ ചോദ്യം, എ മോട്ടോർ ഹാസ് 4 poles, its RPM is. 4 പോൾ ഉണ്ടെങ്കിൽ അതിന്റെ RPM എത്രയാണെന്ന് ചോദിച്ചിരുന്നത്. അതാ 120F/P എന്നുള്ള ആ ഫോർമുല ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ 1500 RPM നമുക്ക് ഇങ്ങനെ പഠിച്ചു വെക്കാം. ഇമ്പോർട്ടൻറ്റ് ചോദ്യം തന്നെയാണ്. 52ാം ചോദ്യം, കൂളിംഗ് പെർഫോമൻസ് ടെസ്റ്റ് ക്യാൻ ഓൺലി ഇഫക്റ്റീവ്ലി ഡൺ അറ്റ് ആംബിയന്റ് ടെമ്പറേച്ചർ അബോവ്. കൂളിംഗ് പെർഫോമൻസ് ടെസ്റ്റ് നമ്മൾ ഇഫക്റ്റീവായി ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആംബിയന്റ് ടെമ്പറേച്ചർ എത്ര ഫാരൻഹീറ്റിന്റെ മുകളിലായിരിക്കണം, എത്രത്തോളം ടെമ്പറേച്ചർ ആംബിയന്റ് ടെമ്പറേച്ചറിന് മുകളിൽ ചെയ്താലാണ് നമുക്ക് കൂളിംഗ് പെർഫോമൻസ് ടെസ്റ്റ് അത്യാവശ്യം നല്ലപോലെ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക. 60 ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ, 65 ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ, 70 ആണോ, 75 ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ? 75 ഡിഗ്രി ഫാരൻഹീറ്റിന്റെ മുകളിലാണ്. 53, if we use solar panels to run a car AC, then the mileage of car will be. അപ്പൊ അതിന്റെ മൈലേജ് എന്തായാലും കൂടൂലേ, അപ്പൊ ഇൻക്രീസ് ആണ് ആൻസർ. സോളാർ പാനൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ മൈലേജ് കൂടും. 54ാം ചോദ്യം, ദി മെയിൻ വർക്കിംഗ് സബ്സ്റ്റൻസ് ഇൻ AC. ACയിലെ മെയിൻ വർക്കിംഗ് സബ്സ്റ്റൻസ് ആരാണെന്ന് ചോദിക്കുന്നത്. ഡ്രൈ എയർ ആണോ, ഡ്രൈ ഐസ് ആണോ, മോയ്സ്റ്റ് എയർ ആണോ, വാട്ടർ വേപ്പർ ആണോ? 54ാം ചോദ്യം, മോയ്സ്റ്റ് എയർ ആണ് നമ്മുടെ ACയിലെ വർക്കിംഗ് സബ്സ്റ്റൻസ്. 54ാം ചോദ്യം ഓപ്ഷൻ ബി ആണ് ആൻസർ. 55, the temperature at which moisture condenses on a surface is called. നമ്മൾ പുല്ലിന്റെ കറ്റത്ത് രാവിലെ കണ്ടൻസ് ചെയ്യില്ലേ, അതിന് എന്താ വിളിക്കണമെന്ന് ചോദിക്കുന്നത്. അതായത് ഒരു സർഫസിൽ മോയ്സ്ചർ കണ്ടൻസ് ചെയ്യുന്നതിന് ആ ടെമ്പറേച്ചറിനെ എന്ത് വിളിക്കും? 55ാമത്തെ ഉത്തരം എന്താ? ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ അല്ലേ. ഡ്യൂ ആണ് അവിടെ ഫോം ചെയ്യുക. അപ്പോൾ ഡ്യൂ ഫോം ചെയ്യുന്ന ഫസ്റ്റ് ടെമ്പറേച്ചറിനെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് വിളിക്കും. 56, സ്കെയിലിംഗ്. സ്കെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നത്. സ്കെയിലിംഗ് മീൻസ് അറ്റാച്ചിങ് എ സ്കെയിൽ ടു എ സിസ്റ്റം പൈപ്സ് ഫോർ ദി ലെങ്ത് മെഷർമെന്റ്. അത് സിമ്പിൾ, നമുക്ക് അങ്ങനത്തെ ഒരു ലോജിക് ഇല്ലാത്തൊരു കാര്യമല്ലേ അല്ലേ. അപ്പൊ അതെന്തായാലും അല്ല. ഇറ്റ്സ് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ മെഷറിംഗ് ദി ലെങ്ത്. അത് സ്കെയില്, അത് പറഞ്ഞു, ലോജിക്കും സ്കെയിലിംഗ് ആണ് ഇവിടെ. അപ്പൊ സ്കെയിൽ അല്ല, സ്കെയിലിംഗ് ആണ് ഇവിടെ. സി, ഡെപ്പോസിഷൻ ഓഫ് ലെയേഴ്സ് അല്ലെങ്കിൽ എ ലെയർ ഓഫ് കെമിക്കൽസ്, ഡെപ്പോസിഷൻ ഓഫ് എ ലെയർ ഓഫ് കെമിക്കൽസ് ഇൻസൈഡ് എ വാട്ടർ ക്യാരിയിങ് പൈപ്സ് ഇൻ എ ഹീറ്റ് എക്സ്റ്റൻഡർ. അത് നമ്മൾ എന്ത് വിളിക്കും? സ്കെയിലിംഗ് എന്ന് വിളിക്കും. അത് നമുക്ക് ദോഷമാണ്. 57, വാട്ട് ഈസ് DDC ഇൻ HVAC? HVACയിൽ DDC എന്ന് വിളിക്കുന്നത് ഡയറക്റ്റ് ഡിജിറ്റൽ കൺട്രോളിനെയാണ്. ഡയറക്റ്റ് ഡിജിറ്റൽ കൺട്രോൾ ഇൻ HVAC. 58, വിച്ച് വാൽവ് അലോ ഫ്ലൂയിഡ് ഫ്ലോ ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഫ്ലൂയിഡിനെ ഫ്ലോ ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്ന വാൽവ് ഏതാണെന്ന് ചോദിക്കുന്നത്. അത് ചെക്ക് വാൽവ്. 58 C ആണ്, ചെക്ക് വാൽവ് ആണ്. ദി വാൽവ് അലോ ഫ്ലൂയിഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഓക്കെ ആണോ? ചെക്ക് വാൽവ്. 59, സിലിണ്ടർ കളർ കോഡ് ഓഫ് R22. R22ന്റെ ലൈറ്റ് ഗ്രീൻ ആണോ, ഓറഞ്ച് ആണോ, ലൈറ്റ് ഗ്രേ ആണോ, ലൈറ്റ് ബ്രൗൺ ആണോ? നമുക്കറിയാല്ലേ, ലൈറ്റ് 59ാമത്തെ ആൻസർ ലൈറ്റ് ഗ്രീൻ ആണ് R22ന്റെ. ലൈറ്റ് ഗ്രീൻ ആണ് R22 സിലിണ്ടറിന്റെ. ഇനി 60ാമത്തെ ചോദ്യം, ഇൻ സ്ക്രോൾ കംപ്രസർ. നമുക്കറിയാലോ സ്ക്രോൾ കംപ്രസർ അല്ലേ. ഇതിൽ ബോത്ത് ഡിസ്ചാർജ് ആൻഡ് സക്ഷൻ പോർട്ട്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദി ഔട്ടർ പെരിഫറി ആണോ? അതായത് സക്ഷൻ പോർട്ടിന്റെയും ഡിസ്ചാർജ് പോർട്ടിന്റെയും പൊസിഷൻ എവിടെയാണെന്ന് വഴി ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, ദി ഡിസ്ചാർജ് പോർട്ട് ഈസ് ഇൻ ദി സെന്റർ ആൻഡ് ദി സക്ഷൻ പോർട്ട് ഈസ് ഓൺ ദി ഔട്ടർ പെരിഫറി. നമ്മൾ ഔട്ടർ പെരിഫറിയിലുള്ള സക്ഷൻ പോർട്ട് വഴി റെഫ്രിജറന്റിനെ എടുക്കും, എന്നിട്ട് കംപ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്തും, ഡിസ്ചാർജ് പോർട്ട് എവിടെ ആയിരിക്കും? സെൻട്രലായിരിക്കും. അതുവഴി നമ്മൾ പുറത്തോട്ട് കണ്ടൻസറിലേക്ക് കൊടുക്കും. അപ്പൊ C ആണ് ആൻസർ.
61 പിയേഴ്സിംഗ് വാൽവ്സ് ആർ യൂസ്ഡ് ടു ടാപ്പ് എ ലൈൻ ഫ്ലോ. പിയേഴ്സിംഗ് വാൽവ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ലൈനിൽ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് ചോദിക്കുന്നത്. ചാർജിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും, ടെസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കും, അതുപോലെ തന്നെ റെഫ്രിജറന്റ് റിക്കവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും, റിക്കവറി അല്ലെങ്കിൽ പിയേഴ്സിംഗ് വാൽവ്സ് ഉപയോഗിക്കും. റിക്കവറി, ടെസ്റ്റിംഗ്, ചാർജിങ് ഇതിനെല്ലാം വേണ്ടി ഉപയോഗിക്കുന്ന പിയേഴ്സിംഗ് വാൽവ് നമുക്ക് ഉപയോഗിക്കാം. ഇനി 62ാമത്തെ ചോദ്യം, വിൻഡോ ആൻഡ് സ്പ്ലിറ്റ് എ സി യൂണിറ്റ് ആർ യൂസ്ഡ് ഡാഷ് കംപ്രസർ മോട്ടോർ. നമ്മുടെ വിൻഡോ എ സിയിലും അതുപോലെ തന്നെ സ്പ്ലിറ്റ് എ സിയിലും ഉപയോഗിക്കുന്ന കംപ്രസറിന്റെ മോട്ടോർ CSR ആണോ, RSIR ആണോ, ഷെൽട്ട് ബോർഡ് ആണോ, CSIR ആണോ എന്ന് ചോദിക്കുന്നത്. നമ്മുടെ വിൻഡോ എ സിയിലും സ്പ്ലിറ്റ് എ സിയിലും CSR ആണ് കംപ്രസർ മോട്ടോറായിട്ട് ഉപയോഗിക്കുക, മോട്ടോറായിട്ട് കേട്ടോ CSR ആണ് ഉപയോഗിക്കുക. ഇനി 63 എയർ ഫ്ലോ ക്വാണ്ടിറ്റീസ് ആർ മെഷേർഡ് ഇൻ. എയർ ഫ്ലോന്റെ ക്വാണ്ടിറ്റി നമ്മൾ ഏത് യൂണിറ്റ് ആണ് മെഷർ ചെയ്യാന്ന് ചോദിക്കുന്നത്. നമുക്കറിയാലേ ക്യൂബിക് ഫീറ്റ് പെർ മീറ്റർ CFM അല്ലേ, നമ്മൾ CFM ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എയർ ഫ്ലോന്റെ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുക, അളക്കുക. 64 സ്ക്രൂ ഡ്രൈവേഴ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു. സ്ക്രൂ ഡ്രൈവേഴ്സിനെ നമ്മൾ അത് ലെങ്ത് ഉപയോഗിച്ച്, ഷേപ്പ് ഓഫ് വർക്കിംഗ് ടിപ്പ് ഉപയോഗിച്ച്, സൈസ് ഓഫ് വർക്കിംഗ് ടിപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഡി, ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. 65ാമത്തെ ചോദ്യം, കംപ്രസർ ക്രാങ്ക്ഷാഫ്റ്റ് സീൽ പ്രിവെന്റ്. കംപ്രസർ ക്രാങ്ക്ഷാഫ്റ്റ് സീല് എന്തിനെയാണ് എസ്കേപ്പിംഗ് ഔട്ട് ആവണമെന്ന് പ്രിവെന്റ് ചെയ്യുക? 65 ഏതാ? ഓയിലിനെ റെഫ്രിജറന്റിനെ എന്ത് ചെയ്യും, എസ്കേപ്പ് ആവണമെന്ന് കംപ്രസർ ക്രാങ്ക്ഷാഫ്റ്റ് സീല് പ്രിവെന്റ് ചെയ്യും. ഇനി 66ാമത്തെ ചോദ്യം, ഇൻ എ റെഫ്രിജറേഷൻ സൈക്കിൾ ദി ഹീറ്റ് ഈസ് റിജക്റ്റഡ് ബൈ റെഫ്രിജറന്റ് അറ്റ്. എവിടെയാണ് ഹീറ്റ് റിജക്ട് ചെയ്യുക? നമുക്കറിയാലോ എവിടെയാണ് റിജക്ട് ചെയ്യുക, കണ്ടൻസറിലല്ലേ. 66ാമത്തെ ഉത്തരം ഏതാണ്? കണ്ടൻസർ ആണ് ഉത്തരം. ഇനി 67ാമത്തെ ചോദ്യം, ഫോർ ബ്രേസിംഗ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫ്ലക്സ്. ബ്രേസിംഗിന് വേണ്ടിയിട്ട് ആ നെയിമിന് എന്താ, ബൊറാക്സ് ആണ് അല്ലെ. സിമ്പിൾ ചോദ്യമാണ്, ബൊറാക്സ് ആണ് നമ്മൾ ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കുക. 68ാമത്തെ ചോദ്യം, സിംഗിൾ ഫേസ് മോട്ടോർ എന്താ? സിംഗിൾ ഫേസ് മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണോ, ഷാഫ്റ്റ് സ്റ്റാർട്ടിംഗ് ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. നമുക്കറിയാം അല്ലെ, അതൊരിക്കലും സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല, നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ് സിംഗിൾ ഫേസ് മോട്ടോർ. ഇനി 69ാമത്തെ ചോദ്യം, ലിക്വിഡ് റിസീവർ ഇൻ എ വേപ്പർ കംപ്രഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ്. ലിക്വിഡ് റിസീവർ ഇൻ എ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എവിടെയാണ് യൂസ് ചെയ്യുക? സക്ഷൻ ലൈനിലാണോ, ഡിസ്ചാർജ് ലൈനിലാണോ, ലിക്വിഡ് ലൈനിലാണോ, എക്സ്പാൻഷൻ ലൈനിലാണോ നമ്മൾ ലിക്വിഡ് റിസീവർ എന്ന് പറയുന്ന ആ എക്യുപ്മെന്റ് ഉപയോഗിക്കുക? ലിക്വിഡ് റിസീവർ എവിടെ ഉപയോഗിക്കുക? സക്ഷൻ ലൈനിലാണോ? സക്ഷൻ ലൈനിൽ എന്താ വരുന്നത് ആലോചിച്ചാൽ മതി. വേപ്പർ ഒറ്റക്കാണോ, ലിക്വിഡ് ഒറ്റക്കാണോ, അങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. നമുക്കറിയാം അല്ലെ, ലിക്വിഡ് ലൈനിലാണ് നമ്മൾ ലിക്വിഡ് റിസീവർ ഉപയോഗിക്കുക. ഇനി 70ാമത്തെ ചോദ്യം, ഹെപ്പ സ്റ്റാൻഡ് ഫോർ. ഹെപ്പ ഫിൽറ്റേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ ഫുൾ ഫോം ഹൈ എഫിഷ്യൻസി പെർട്ടിക്കുലേറ്റ് എയർ അല്ലേ ഉത്തരം. അപ്പൊ 70ാമത്തെ ഉത്തരം എന്താ? ബി ആണ്, ഹൈ എഫിഷ്യൻസി പെർട്ടിക്കുലേറ്റ് എയർ ഫിൽറ്റർ ആണ്. ഇനി 71 ADP റെപ്രസെന്റ്. ADP റെപ്രസെന്റ് ADP എന്ന് പറയുന്നത് കോയിൽ ടെമ്പറേച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നു കേട്ടോ. ADP എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ. 72 GWP ഓഫ് R134A. നമ്മളെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ ഓട്ടോമൊബൈലൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന R134A റെഫ്രിജറന്റിന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എത്രയാണ് ചോദിക്കുന്നത്? 1700 ആണോ, 1300 ആണോ, 800 ആണോ, 650 ആണോ? നമുക്കറിയാം 1300 ആണ് അതിന്റെ GWP വാല്യൂ. 73ാമത്തെ ചോദ്യം, അറ്റ്മോസ്ഫിയർ പ്രഷർ അറ്റ് സീ ലെവൽ. കോമൺ ആയിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതാണ് സീ ലെവലിലെ അറ്റ്മോസ്ഫിയർ പ്രഷർ 1 atm ഇതിൽ ഏതാണെന്ന് ചോദിക്കുന്നത്? 73ാമത്തെ ചോദ്യം. നമുക്കറിയാലേ 1.01325 ബാർ ആണ്. പക്ഷേ 14.7 PSI അതും അതിന്റെ യൂണിറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ 760 into 3 മൈക്രോൺസ് എന്താണ് അതിന്റെ ആൻസർ ആണ്. അപ്പൊ 3 ഇതിന്റെ ആൻസർ ആണ്. നമ്മൾ വെറും ഫസ്റ്റ് തന്നെ 1.132 എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് കറുപ്പിക്കും. പക്ഷെ ഇത് 3 അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ യൂണിറ്റ് തന്നെയാണ്. ഇനി 74ാമത്, ഫോളോയിങ് ഈസ് ആൻ ഹൈഡ്രോകാർബൺ റെഫ്രിജറന്റ്. താഴെ കൊടുത്തിരിക്കുന്നത് ഹൈഡ്രോകാർബൺ റെഫ്രിജറന്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാലേ 600A ഐസോബ്യൂട്ടൈൻ ബ്യൂട്ടൈൻ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ല, അതാണ് ഹൈഡ്രോകാർബൺ. 75 കാപ്പിലറി ട്യൂബ് ഈസ് യൂസ്ഡ് ഫോർ. കാപ്പിലറി ട്യൂബ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക? കാപ്പിലറി ട്യൂബ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക?
കാപ്പിലറി ട്യൂബ് നമ്മൾ സാധാ കാണുന്ന ലോ കപ്പാസിറ്റി എയർ കണ്ടീഷണർ റെഫ്രിജറേറ്ററിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ലോ കപ്പാസിറ്റി AC സിസ്റ്റം അല്ലെങ്കിൽ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പാൻഷൻ ഡിവൈസ് ആണ് കാപ്പിലറി ട്യൂബ്. ഇനി 76 വാട്ട് ഈസ് ദ റീസൺ ഫോർ പ്യൂർ കണ്ടൻസേഷൻ ഇൻ സ്പ്ലിറ്റ് AC? സ്പ്ലിറ്റ് ACയിൽ പ്യൂർ കണ്ടൻസേഷനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നത്. പ്യൂർ കണ്ടൻസേഷൻ ഇൻ സ്പ്ലിറ്റ് AC കണ്ടൻസർ ഫാൻ മോട്ടോർ ഫെയിലർ ആണോ, കണ്ടൻസർ ട്യൂബ് നൈസ് കണ്ടോ, ആ നൈസ് എന്നാ കൊടുക്കുന്നത്. ഈ ഓപ്ഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉടനടി ഡിലീറ്റ് ചെയ്യാം അല്ലെ. സഫീഷ്യന്റ് എയർ ഫ്ലോ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഉടനടി ഡിലീറ്റ് ചെയ്യാം. അതൊക്കെ എന്താ, കണ്ടൻസേഷൻ കൂടുക ചെയ്യാം. അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് ആൻസർ എന്ന് ചോദിക്കുന്നത്. ഈ രണ്ടെണ്ണത്തിൽ ഏതാ ആൻസർ? കണ്ടൻസർ ഫാൻ മോട്ടോർ ഫെയിൽ ആയാൽ എന്ത് ചെയ്യും, പ്യൂർ കണ്ടൻസേഷനെ ബാധിക്കും. അതുപോലെ തന്നെ കണ്ടൻസർ ഫിൻ ഡാമേജ് ആയാലും ബാധിക്കും. അതുകൊണ്ട് തന്നെ രണ്ട് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ PSC ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി 77 വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഹ്യൂമിഡിറ്റി അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാ. ഇത് രണ്ടും നമുക്ക് ഡൗട്ട് വരുള്ളൂ. ഹൈഡ്രോമീറ്ററും ഹൈഗ്രോമീറ്ററും നമുക്ക് ഡൗട്ട് വരുള്ളൂ. ഇതിൽ ഏതാണ് ഹ്യൂമിഡിറ്റി അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാം? നമുക്കറിയാം ഹൈഗ്രോമീറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ. ഹൈഗ്രോമീറ്റർ ആണ് ഹ്യൂമിഡിറ്റിക്ക് വേണ്ടി നോക്കുക. ഇനി 78 ODP വാല്യൂ ഓഫ് HFC 134. നമ്മൾ HFC 134 കണ്ടില്ലേ, അതിന്റെ GWP വാല്യൂ നമ്മൾ ചോദിച്ചു. ഇവിടെ ചോദിച്ചിരുന്നത് ODP അഥവാ ഓസോൺ ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ എത്ര, 0 ആണോ 1 ആണോ? ആലോചിച്ച് നോക്കൂ. നമുക്കറിയാലേ അതിന്റെ 0 ആണ് ODP വാല്യൂ. ഇനി 79 ഡി സൂപ്പർ ഹീറ്റിംഗ് ടേക്സ് പ്ലേസ് ഇൻ. ഡി സൂപ്പർ ഹീറ്റിംഗ് എവിടെ വെച്ചിട്ടാണ് നടക്കുക? എവിടെ വെച്ചിട്ട് നടക്കുക? നമുക്ക് എവിടെ വെച്ചിട്ടാണ് നടക്കുക? ഡിസ്ചാർജ് ലൈനിലും കണ്ടൻസറിലും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡി സൂപ്പർ ഹീറ്റിംഗ് നടക്കാം. ഇനി 80 ദി റേഷ്യോ ഓഫ് സെൻസിബിൾ ഹീറ്റ് ടു ടോട്ടൽ ഹീറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? സെൻസിബിൾ ഹീറ്റ് ടു ടോട്ടൽ ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ, അതിന് ഷോർട്ട് ഫോം SHF എന്ന് പഠിച്ചു വെക്കുക. 81 ദി കംപ്രസർ മോട്ടോർ ഈസ് ഹെർമെറ്റിക്കലി സീൽഡ് കംപ്രസർ ഈസ് കൂൾഡ് ബൈ. നമ്മുടെ ഹെർമെറ്റിക്കലി സീൽഡ് കംപ്രസർ അല്ലെ കംപ്രസർ മോട്ടോർ എങ്ങനെയാണ് കൂൾ ചെയ്യാന്ന് ചോദിച്ചത്. അതെങ്ങനെ കൂൾ ചെയ്യുക നമുക്ക് അറിയില്ല. അതിലെ റെഫ്രിജറന്റിനെ എന്ത് ചെയ്യും, നമ്മൾ അതിൽ പാസ് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് അത് കൂൾ ചെയ്യുക. ഇനി 82ാം ചോദ്യം ഫ്ലോട്ട് വാൽവ്സ് ആർ യൂസ്ഡ് ഇൻ. ഫ്ലോട്ട് വാൽവ് തന്നിരിക്കുന്നതിൽ എവിടെയാണ് ഉപയോഗിക്കാന്ന് ചോദിച്ചിട്ടുണ്ട്. റെഫ്രിജറേറ്ററിലാണോ? ലാർജ് റെഫ്രിജറേറ്റർ സിസ്റ്റം നമുക്കറിയാം. ലാർജ് റെഫ്രിജറേറ്റർ സിസ്റ്റത്തിൽ എന്ത് ചെയ്യും, നമ്മൾ ഫ്ലോട്ട് വാൽവ്സ് ഉപയോഗിക്കും. ഇനി 83 വെലോസിറ്റി പ്രഷർ എന്ന് പറയുന്നത് ഏതിന്റെയൊക്കെ തമ്മിലാണോ? സ്റ്റാറ്റിക് പ്രഷറും എയർ പ്രഷറും തമ്മിലുള്ള വ്യത്യാസമാണോ, അതോ ടോട്ടൽ പ്രഷറും സ്റ്റാറ്റിക് പ്രഷറും തമ്മിലുള്ള വ്യത്യാസമാണോ? നമുക്കറിയാലേ വെലോസിറ്റി പ്രഷർ ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ പ്രഷർ ആൻഡ് സ്റ്റാറ്റിക് പ്രഷർ ആണ്. 83 ബി ആണ് ആൻസർ കേട്ടോ. ടോട്ടൽ പ്രഷറിന്റെയും സ്റ്റാറ്റിക് പ്രഷറിന്റെയും ഡിഫറൻസിനെ നമ്മൾ എന്ത് വിളിക്കും? വെലോസിറ്റി പ്രഷർ എന്ന് വിളിക്കും. ഇനി 84 റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ എല്ലാവർക്കും അറിയാം അല്ലെ, ഓം ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. 85 ദി ഹേർട്ട് ഓഫ് ദി റെഫ്രിജറേഷൻ സിസ്റ്റം. റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് അതെന്താ? എല്ലാവർക്കും സിമ്പിൾ ചോദ്യമല്ലേ. 85 ഏതായിരിക്കും ആൻസർ? എന്തായിരിക്കും? ഒബ്വിയസ്ലി കംപ്രസർ ആയിരിക്കും. ഇനി 86 വിച്ച് ലൈൻ ഇൻ സൈക്കോമെട്രിക് ചാർട്ട് ആസ് ഒബ്ലിക്ലി ഇൻക്ലൈൻഡ് സ്ട്രൈറ്റ് ലൈൻ ആൻഡ് യൂണിഫോംലി സ്പീഡ്. നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിലെ ഒബ്ലിക്ലി ഇൻക്ലൈൻഡ് അതുപോലെ തന്നെ യൂണിഫോംലി സ്പേസ്ഡ് ആയിട്ടുള്ള സ്ട്രൈറ്റ് ലൈൻ ഏതാണെന്ന് ചോദിക്കുന്നത്. യൂണിഫോംലി സ്പേസ്ഡ് എന്നുണ്ട് കേട്ടോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 86ാമത്തെ എന്തായിരിക്കും? സ്പെസിഫിക് വോളിയം ലൈൻ ആയിരിക്കും. ഇനി 87 സ്റ്റാർ ഡെൽറ്റ ഡാറ്റർ മെയിൻ കോണ്ടാക്ടർ നെയിംഡ് ആസ്. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിലെ മെയിൻ കോണ്ടാക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് KM3. ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ഒക്കെ ആണ്. 87 സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ദി മെയിൻ കോണ്ടാക്ടർ നെയിംഡ് ആസ് KM3 എന്ന് വിളിക്കും കേട്ടോ. ഇനി 88 വാട്ട് ഈസ് പർപ്പസ് ഓഫ് ആഡിംഗ് ഡൈ ഇൻ കംപ്രസർ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ടു ദി കാർ AC. കാർ ACയിലെ കംപ്രസർ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഡൈ ആഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്? ഒരു കളർ ആഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഐഡന്റിഫൈ ദി ഗ്യാസ് ലീക്ക് ആണോ, ആഡിങ് പെർഫോമൻസ് ആണോ, ലൂബ്രിക്കേറ്റ് ദി എഞ്ചിൻ ആണോ, ഇംപ്രൂവ് എഫിഷ്യൻസി ആണോ? ഡൈ ആഡ് ചെയ്തിട്ട് ഇംപ്രൂവ് എഫിഷ്യൻസി ഒന്നാവില്ല. ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇനി ഓപ്ഷൻ എയും സിയും. 88 ഏതായിരിക്കും ആൻസർ? എന്താ, ഗ്യാസ് ലീക്ക് ആയി അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ഡൈ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എന്നാട്ടോ. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്നൊരു ഡൗട്ട് വന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഐഡന്റിഫൈ ദി ഗ്യാസ് ലീക്ക് ആണ് കേട്ടോ. 89 റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റോട്ടർ സ്പീഡ് N, ഫ്രീക്വൻസി F, നമ്പർ ഓഫ് പോൾസ് P. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തിട്ടുണ്ട്. 89 എന്താണ് ആൻസർ? എങ്ങനെയാണ് നമ്മുടെ റോട്ടർ സ്പീഡും ഫ്രീക്വൻസി നമ്പർ ഓഫ് പോൾസും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? എങ്ങനെയാണ് ഇക്വേഷൻ? N = 120F/P അല്ലേ? എ ആണ് ആൻസർ. 90 ദി കോയിൽ ഹാസ് ടു ബി റിൻസ്ഡ് ആഫ്റ്റർ ഡീസ്കെയിലിംഗ് ടിൽ ദി pH ലെവൽ കംസ് ടു. ഏതുവരാവണം pH ലെവല്? 7 to 7.5 അല്ലേ? 90 സി ആണ് ആൻസർ കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് റിൻസ് ചെയ്യണം. ചില ബുക്കിൽ 7 to 7.8 ഒക്കെ കണ്ടിട്ടുണ്ട്. 91 91ാമത്തെ ചോദ്യം ദി വോൾട്ട് മീറ്റർ കാൻ ബി യൂസ്ഡ് ഇൻ. വോൾട്ട് മീറ്റർ നമ്മൾ എവിടെ ഉപയോഗിക്കുക? സോറി, എങ്ങനെ ഉപയോഗിക്കുക? സീരീസ് ആണോ,
പാരലൽ ആയിട്ട് ഉപയോഗിക്കാം. നമുക്കറിയാം അമ്മീറ്റർ സീരീസ് ആയിട്ടും വോൾട്ട്മീറ്റർ പാരലൽ ആയിട്ട് ഉപയോഗിക്കാം അല്ലെ. 91 ആൻസർ ബി ആണ് ആൻസർ. ഇനി 92 ഡ്യൂറിങ് സെൻസിബിൾ ഹീറ്റിംഗ് ഓഫ് മോയ്സ്ചർ ഓഫ് ദി സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റനിൽ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യുക, സൈക്കോമെട്രിക് ഗ്രാഫ് വരയ്ക്കുക. സെൻസിബിൾ ഹീറ്റിംഗ് ആണ്. സെൻസിബിൾ ഹീറ്റിംഗിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്താ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്താ ചെയ്യുന്നത്, ഈ ഗ്രാഫിൽ നോക്കി നോക്കൂ അല്ലെ, റിമൈൻസ് കോൺസ്റ്റന്റ് അല്ലേ, കാരണം ഇങ്ങനത്തെ ലൈൻ അല്ലേ, ഇങ്ങനത്തെ ലൈൻ അല്ലേ, അപ്പൊ റിമൈൻസ് കോൺസ്റ്റന്റ് ആണ്. ഇനി 93ാമത്തെ ചോദ്യം, ദി ഫ്രഷ് എയർ വെന്റിലേഷൻ എയർ ഈസ് എ മസ്റ്റ് ഇൻ എനി കംഫർട്ട് എയർ കണ്ടീഷനിങ് ഇറ്റ്സ് പർപ്പസ്. ഫ്രഷ് എയർ കണ്ടീഷനിലാണെങ്കിൽ വെന്റിലേഷന്റെ പർപ്പസ് എന്തിനാണ് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. പർപ്പസ് എന്തിനാണ് വേണ്ടിയിട്ട്, ടു പ്രൊവൈഡ് ഓക്സിജൻ ആണോ, അതോ ടു റിമൂവ് ഓതേഴ്സ് ആണോ, ടു റിമൂവ് കാർബൺ ഡയോക്സൈഡ് ആണോ, ടു റിമൂവ് ഓതേഴ്സ്, അത് ശരിയാണ് അല്ലെ, അത് ശരിയാണ്. പിന്നെ ടു റിമൂവ് കാർബൺ ഡയോക്സൈഡ് അല്ലെ, നമ്മുടെ നിശ്വാസവായു എന്നുള്ള കാർബൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതും ശരി. അപ്പൊ തന്നെ രണ്ട് ഓപ്ഷൻ കൂടെ റെഡി ആയില്ലേ, ടു പ്രൊവൈഡ് ഓക്സിജൻ. അപ്പൊ ഈ 3 ഓപ്ഷൻ എന്താണ്, ശരിയല്ലേ. അപ്പോൾ അങ്ങനത്തെ ടെക്നിക്കൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. ഓപ്ഷൻ ഡി ആണ്, എല്ലാം ഇതിൽ ശരിയാണ്. 94ാമത്തെ ചോദ്യം, റെഫ്രിജറന്റ് പ്രൊപ്പൈൻ ഹാസ് ദി ഡെസിഗ്നേഷൻ. പ്രൊപ്പൈൻ നമ്മൾ എങ്ങനെ ഡെസിഗ്നേഷൻ ചെയ്യുമെന്ന് ചോദിക്കുന്നത്. R11 പ്രൊപ്പൈൻ അല്ല, അതുപോലെ തന്നെ R12 പ്രൊപ്പൈൻ അല്ല എന്ന് ബേസിക് ആയിട്ട് നമുക്ക് അറിയാം അല്ലെ. നമ്മൾ പഠിക്കൂലേ, CCl2 F2 അങ്ങനെ വിളിക്കത്തില്ലേ, ഡൈക്ലോറോ മോണോഫ്ലോറോ മീഥേൻ എന്നൊക്കെ വിളിക്കൂലേ. പ്രൊപ്പൈനെ ബാക്കി 2 ഓപ്ഷനില് ഏതാ, നമുക്ക് R134 അറിയാലേ, ടെട്രാഫ്ലൂറോ മീഥേനോ ഇതേന്നോ വിളിക്കാൻ നമുക്ക് അറിയാലേ. 94 അപ്പൊ എന്തായിരിക്കും ഉത്തരം, സി ആയിരിക്കും ഉത്തരം. R290 എന്ന് നമ്മൾ പ്രൊപ്പൈനെ ഡെസിഗ്നേറ്റ് ചെയ്യും. 95, ദി എക്സ്പാൻഷൻ ഡിവൈസ് യൂസ് ഇൻ സെൻട്രൽ എസിയിൽ ഉപയോഗിക്കുന്ന എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഡിവൈസ് ഏതാണെന്ന് ചോദിക്കുന്നത്. തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ആണോ, കാപ്പിലറി ട്യൂബ് ആണോ, സോളിനോയിഡ് വാൽവ് ആണോ, ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ആണോ. നമുക്കറിയാലോ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ആണ് നമ്മൾ സെൻട്രൽ എസിയിൽ ഉപയോഗിക്കുന്ന എക്സ്പാൻഷൻ വാൽവ്. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. സെൻട്രൽ എസിയിൽ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ആണ് ഉപയോഗിക്കുക. 96ാം ചോദ്യം, ദി കെമിക്കൽ നെയിം ഓഫ് റെഫ്രിജറന്റ് R134A. നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്താ, ടെട്രാഫ്ലൂറോ ഈഥൈൻ. 96ാമത്തെ ഉത്തരം സി ആണ്. 97, ബോർഡൻ ട്യൂബ്. ബോർഡൻ ട്യൂബ് എന്ന് പറയുന്നത് പ്രഷർ മെഷറിംഗ് ഡിവൈസ് ആണോ, ഡെൻസിറ്റി ആണോ, വോളിയം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണോ. ഇത് രണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം അല്ലെ. പിന്നെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതാ ഉപയോഗിക്കുക, ബോർഡൻ ട്യൂബ് ഒരു പ്രഷർ മെഷറിംഗ് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ പ്രഷർ മെഷർമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്. 98, 3 ടൺ റെഫ്രിജറന്റ് ഉള്ള ഇക്വലൻസ് ടു, അത് 3 ടൺ എന്ന് പറയുന്നത് ഇതിന് ഏതിനോട് ഇക്വലന്റ് ആണെന്ന് ചോദിക്കുന്നത്. 5 കിലോ ജൂൾ പെർ സെക്കൻഡ് ആണോ, 10.5 കിലോ വാൾട്ട് ആണോ, 10 കിലോ ജൂൾ പെർ സെക്കൻഡ് ആണോ, 7 കിലോ വാൾട്ട് ആണോ. നമുക്കറിയാലേ 3 സംതിങ് ആണ് നമ്മളെ ഒരു ടണ്ണ്. അതിനെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 10.5 കിലോ വാട്ട് കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി 99, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ DBT is the actual temperature of. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതിന്റെ ആക്ച്വൽ ടെമ്പറേച്ചർ ആണെന്ന് ചോദിക്കുന്നത്. അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നമ്മൾ എന്തിന്റെ അളക്കുക, നമുക്കറിയാലോ മോസ്റ്റ് എയറിന്റെ ആ ടെമ്പറേച്ചർ നമ്മൾ ജസ്റ്റ് തെർമോമീറ്റർ വെച്ച് കിട്ടുമ്പോൾ ആ കിട്ടുന്ന അളവാണ് നമ്മൾ DBT എന്ന് പറയുന്നത് അല്ലെ. 100th ക്വസ്റ്റ്യൻ, ടൂൾസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് എക്സ്റ്റേണൽ ത്രെഡ്. എക്സ്റ്റേണൽ ത്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി ത്രെഡ് ഗേജ് ആണോ, ഡ്രിൽ ആണോ, ടാപ്പ് ആണോ, ഡൈ ആണോ. ഡ്രിൽ അല്ല, ത്രെഡ് ഗേജ് അത് ത്രെഡിന്റെ കാര്യങ്ങൾ അളക്കാനും കമ്പയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ ഡൈ, ടാപ്പ് ഇതിലൊന്ന് എക്സ്റ്റേണൽ ത്രെഡിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക, ഒന്ന് ഇന്റേണൽ ത്രെഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പൊ എക്സ്റ്റേണൽ ത്രെഡിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഡൈയും ഡൈനട്ടും ആണ്. അപ്പോ നമ്മളെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി 1-2 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടി ഞാൻ ഗ്രൂപ്പിൽ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി ആ ചാനലിൽ ആ പ്ലേലിസ്റ്റ് മാത്രം ഒന്ന് റെഫർ ചെയ്യാം.